kids grow up, they may forget what you said, but they won't forget how you made them feel. സ്മാർട്ട് പേരൻസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികളെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്താൻ എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇവിടെ നമ്മോടൊപ്പം വൺസ് അഗെയിൻ മിസ്സസ് സൂസൻ കോരത്ത് ഉണ്ട്. സൂസൻ കോരത്ത് ദുബായിലെ ലൈസൻസ് കൗൺസിലറും അതുപോലെ തന്നെ സെപ്റ്റർ എന്ന കൗൺസിലിംഗ് ഗൈഡൻസ് സെൻറ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ്. സുസൻ, വെൽക്കം ടു അവർ സ്മാർട്ട് പേരൻസ്. ഇന്നത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസിപ്ലിൻ ടെക്നിക്സ് എന്തൊക്കെ നമുക്ക് പേരൻസിന് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഞാനൊരു കാര്യം, അഗെയിൻ എൻ്റെ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനാണെന്ന് നേരത്തെ തന്നെ അറിയാം സിമിക്ക്. സിമിയോട് ഞാനൊരു ക്വസ്റ്റ്യൻ, സിമിക്ക് എന്താണ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ മനസ്സിലേക്ക് വരുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നല്ല അടുക്കും ചിട്ടയിലും വളർത്തുക. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഡിസിപ്ലിന്? എല്ലാ കാര്യത്തിനും. ഒരു കാര്യം ഇല്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു കുട്ടിയിൽ സാധാരണ പേരൻസ്, ഞാൻ സിമിയുടെ കാര്യമോ അല്ല എൻ്റെ കാര്യമോ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സാധാരണ പേരൻസ് സാധാരണ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? ഇപ്പം നമ്മളുടെയൊക്കെ മൈൻഡ് സെറ്റിലുള്ള കാര്യമുണ്ട്. കുട്ടിയോട് ഒരു കാര്യം പറയുന്നത് കുട്ടി അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കുന്നില്ല, നമ്മൾ പറയുന്നത്. പിന്നെ അതെ, അത് തന്നെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വെക്കണം. അടുക്കും ചിട്ടയും ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വേണം. പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇരുന്ന് പഠിക്കണം. പഠിക്കുന്ന സമയത്തിന് ഒരു ഓർഡർ വേണം. ഈവൻ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവർ പിള്ളേർ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഭയങ്കര അണ്ടർലൈനിങ് ഫാക്ടറാണ് കേട്ടോ, നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമുക്ക് ടി വി കാണാനായിരിക്കും ഇഷ്ടം, പിള്ളേരോട് പറയും പോയി പഠിക്കുക എന്ന് പറയുന്ന പേരൻസ് ഇല്ലേ? ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി എന്ന് പറയുന്നത് വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടെക്നിക്സിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് വാക്ക് ദ ടോക്ക്. ഓക്കെ, യു നോ വാട്ട് ഇസ് ദിസ് വാക്ക് ദ ടോക്ക്? ഞാൻ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും, അല്ലാതെ ഞാൻ പറയില്ല. ലുക്ക് അറ്റ് മീ ആൻഡ് ലേൺ, ലുക്ക് അറ്റ് മീ ആൻഡ് ലേൺ. പിന്നെ നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്കെല്ലാം ഇത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കങ്ങനെ ചെയ്തിട്ട് ഒരാളെ പഠിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ പേരൻസിൻ്റെയും അവിടെയും എല്ലാവരുടെയും ആഗ്രഹം അവരുടെ ഭാഗത്തുള്ള അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അവരുടെ മക്കള് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ലേ? അത് തലമുറയായിട്ടേ അങ്ങനെയാണല്ലോ. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വരുമ്പോൾ പോലും ലുക്ക് അറ്റ് മീ ആൻഡ് ലേൺ എന്ന് പറയുന്ന അവിടെയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ലുക്ക് അറ്റ് മീ, എനിക്കിത് സംഭവിച്ചു, ഞാനത് ചെയ്യാത്തതുകൊണ്ട്, സോ ലേൺ. ഏറ്റവും വലിയ ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വാക്ക് ദ ടോക്ക്, ബി കീ. ഓക്കെ, നൗ ഇഫ് ഐ ആം നോട്ട് ഷോവിങ് കൈൻഡ് ഓഫ് എ റോൾ മോഡൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ഞാൻ പറയും, സി ലുക്ക്, എനിക്ക് ചിലപ്പോൾ ചില ഏരിയാസിൽ, എൻ്റെ ഇമോഷണൽ ഏരിയാസിൽ എനിക്ക് അത്ര ഡിസിപ്ലിൻ വന്നിട്ടുണ്ടായിരിക്കില്ല. നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ കുട്ടിയോട്, ഇത് പണ്ടുള്ളവരിങ്ങനെ ചെയ്തിരുന്നത്, അമ്മ ചെയ്യുന്നെന്നും പറഞ്ഞ് നീ ചെയ്യണ്ട, അമ്മ ഈസ് റോ, അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അത് നീ വരാതിരിക്കാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ബി ദിസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ പാടില്ല. ഡിസിപ്ലിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ചെയ്തു, അച്ഛൻ അങ്ങനെ ചെയ്തു, ഇത് പാടില്ല. ഈ പറഞ്ഞ പോലെ ഒരു എഗ്രിമെന്റ് വേണം. ഓക്കെ, ദേ ഷുഡ്, അതായത് ഹസ്ബൻഡും വൈഫും സെയിം വേയിലായിരിക്കണം ഡിസിപ്ലിൻ ചെയ്യുന്നത്. എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ദ മദർ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോഴത്തേനും ഒന്നിലെ അമ്മയായിരിക്കാം ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുന്ന, അല്ല ഫാദർ ആയിരിക്കാം എക്സാമ്പിളായിട്ട് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വീട്ടിൽ ഒരു ഫാദർ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, പുള്ളി അതുകൊണ്ട് പല ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സും പല രീതിയിലുള്ള ഇഷ്യൂസും ഫാമിലിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മ എത്ര പറഞ്ഞാലും, ആ വീട്ടിൽ ആര് പറഞ്ഞാലും ഫാദർ ഇത് മാറ്റത്തില്ല. ഞാൻ എൻ്റെ രീതിയിൽ, കാരണം അന്ന് ഫോം ചെയ്തതാണ് പേഴ്സണാലിറ്റി സ്ക്രിപ്റ്റ്, എന്ന് 6-ാം വയസ്സ് മുതൽ ഇങ്ങോട്ട്. പിന്നെ എനിക്ക് കണ്ടീഷൻ ചെയ്തതനുസരിച്ച് ഞാൻ ഇങ്ങനെ പെരുമാറും. പക്ഷെ അതുകൊണ്ട് the child get affected, the mother get affected, everybody get affected. Am I right? Yes, so അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്ന, മോനെ സി ലുക്ക് ദിസ് അഗെയിൻ, look at him and what all the problems are happening here. So no. Look at him, he's become like this. Accept him as he is. You cannot, you know, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പൻ അങ്ങനെ അതുകൊണ്ട് ചീത്ത അപ്പനാ. നോ, അപ്പൻ ഇസ് നോട്ട് ചീത്ത. അപ്പൻ്റെ ആ ഒരു ബിഹേവിയറിൽ there are issues, so accept the person as he is and you
help yourself. Even a പഠിപ്പിച്ചു കൊടുക്കണം കുട്ടി how to manage it. I am managing it. You can manage them like this. കാരണം ലൈഫ് സിറ്റുവേഷൻസ് കുട്ടികൾക്കൊന്നും എല്ലാം ഭയങ്കര സ്മൂത്ത് ആൻഡ് റോസി അല്ല. You come to deal with many people and different types of individuals and environment. So you are, as a parent, again I said, thriving through the life very confidently ആൻഡ് വാല്യൂ എൻ്റെ ലൈഫിൻ്റെ വാല്യൂം എടുത്ത് മുമ്പോട്ട് പോകുന്ന ആളായിരിക്കണം ഈ കുട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇത് ഇങ്ങനെ ആൾക്കാർ പലരും കാണുമായിരിക്കും. അപ്പോൾ ഫാദറിൻ്റെ ഒരു ബിഹേവിയർ കൊണ്ട് നമുക്ക് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. പ്ലീസ് അക്സെപ്റ്റ് ദ ബിഹേവിയർ ആസ് ഇറ്റ് ഈസ്. ഇഫ് ഹി ചേഞ്ചസ് വെൽ ആൻഡ് ഗുഡ്, വി വിൽ കീപ്പ് ഓൺ ടെല്ലിങ് ഹിം പ്ലീസ് ദിസ് ഇസ് പ്രോബ്ലം, ചേഞ്ച് ഇറ്റ്. ബട്ട് ഇഫ് ഹി ഈസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് ഇറ്റ്, യു ഷുഡ് നോ ഹൗ ടു മാനേജ് ഇറ്റ് ആൻഡ് സേ ദാറ്റ് യു ഡോണ്ട് ഡെവലപ്പ് ഇറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എൻവയറമെൻറ്റ് എവറിത്തിങ് ഉണ്ടായിരിക്കണം. അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയും കുട്ടിയെ മനസ്സിലാക്കിയിട്ട്, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസിപ്ലിൻ ഏരിയയിലേക്ക് വരികയാണ്. ഇത് നമ്മൾ ഇമോഷണൽ ഏരിയാസ് പറഞ്ഞു, പിന്നെ വാക്ക് ദ ടോക്ക്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അനദർ തിങ് ഈസ് ദ പേരൻറ് ഷുഡ് നോ വൈ ഐ ആം ഡിസിപ്ലിനിങ് ദ ചൈൽഡ്. What is the purpose of it? End result. Okay. Now, most of the parents discipline the child for the sake of relieving their egos and their frustrations. That's not the way it is. Okay? കൂടുതൽ പേരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പണിഷ് ചെയ്യുമ്പോഴത്തേനും ഫോർ നോട്ട് ദ പേർപ്പസ് ദേ പണിഷ്. പണിഷ് എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡിസിപ്ലിൻ ചെയ്യുകയും പണിഷ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? Yes, of course. It's a big difference there because discipline എന്ന് പറയുന്നത് അതൊരു അടുക്കും ചിട്ടയും വരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ലൈഫിന്. അതിനകത്ത് ഒരു പ്രോസസ്സാണ് പണിഷ്മെൻറ്റ്. ജസ്റ്റ് വൺ ടെക്നിക് ദാറ്റ് യു യൂസ്. ഓക്കെ, നമ്മൾ ഓർഗനൈസേഷൻ്റെ ചില പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഇടയിലിരിക്കുമ്പോൾ നമ്മൾ പറയും ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മെത്തേഡ്. അത് നമ്മളിപ്പോൾ പറയാറുണ്ട്, അത് വിൽ നെവർ വർക്ക്. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ആർക്കും ഇപ്പോൾ താല്പര്യമില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ പറയും, നീ അത് ചെയ്തില്ലെങ്കിൽ നിനക്ക് പണിഷ്മെൻറ്റ്, ഇത് ചെയ്താൽ നിനക്ക് റിവാർഡ്. ഇതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മെത്തേഡ്. ഓക്കെ, യു ബീറ്റ് അത് അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സർട്ടൻ സിറ്റുവേഷൻസ് എല്ലാത്തിനകത്തും അത് പറ്റത്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും കുട്ടി ഗെറ്റ് ബോർഡ്. ഇതെന്നാന്നറിയാവോ, ഈ ടെക്നിക്സ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും യു നീഡ് ടു ബി അണ്ടർസ്റ്റാൻഡിങ് വൺ തിങ്. ഒരേ ടെക്നിക്ക് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുട്ടി അത് യൂസ്ഡായി. കുട്ടിക്ക് അറിയാം ഇതിങ്ങനെ ചെയ്താൽ അവൻ കൈ നീട്ടിക്കൊണ്ട് വരും, 2 അടി അടിച്ചോളൂ. യെസ്, ആൻഡ് പിന്നെ അവർക്ക് ഈ വാല്യൂ ഓഫ് ദ ഗിഫ്റ്റ് ദാറ്റ് യു ഗിവ്, ഇതല്ല കിട്ടുക. അതുപോലെ തന്നെ എനിക്ക് തോന്നി, ഇപ്പൊ ദേഷ്യപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മളിപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടും, കൊച്ചിനും അത് യൂസ്ഡ് ആവും. ഓക്കെ, എന്നെ കുറെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും നമുക്ക് പറ്റില്ല. ഇതിനകത്ത് ശരിക്കും വരേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻ ടെക്നിക്കിലേക്ക് വരുമ്പോഴത്തേനും മെയിനായിട്ട് ഇത് പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്, ഇത് പേരൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് തിങ് ഇസ് യു ഷുഡ് ബി കോൺക്രുവൻസ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ഓർ സേയിങ്. കോൺക്രുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടാ അത് ചെയ്യല്ലേ എന്നിട്ട് ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. എടാ അത് ചെയ്യരുത്. Be clear and firm. Okay, in the way you are, your body language, the way you project yourself, the message that you give to them. അത് മാത്രം പറ്റത്തില്ല, ഇടയ്ക്ക് ഇത് വരാവുള്ളൂ അല്ലേ? നമ്മൾ നോർമലി ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള മദർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇടയ്ക്ക് മാത്രം ചെയ്താലല്ലേ അതിനൊരു വല്ലപ്പോഴും ദേഷ്യപ്പെട്ടാലല്ലേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ദേഷ്യമല്ല, never get angry, and if you get angry, I would say, ഇപ്പം എൻ്റെ കാര്യം എൻ്റെ മോള് unnecessary angry ചെയ്താൽ ഞാൻ സോറി ചോദിച്ചിരിക്കും. I would say I was totally off. That is why I did it. I'm sorry. Angry alla avarku venda, avarku firmness a vendadu. Okay, be firm. If I see, nammal parana your yes should be an yes and your no should be a no. That all the time. Be consistent is one of the technique. Be consistent, very important. Today I say no to something, that is a no from today till the end. And unless and until there is some changes happens and some new knowledge comes and I feel that this is acceptable. You get me? Enikku manasilayengil matram. Then there comes another thing. So child will argue. Why can't I do this and that? Okay, argument is not negative. Please don't think that arguments are negative. Arguments are very positive. Negative aayite ullu mikke parents edukkullu. Please see, arguments are very positive. നമ്മൾ ബോസ് ആണ്, നമ്മളാണ് വീട്ടിലെ ബോസ് എന്നൊരു
ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് പറ്റത്തില്ല, നെഗറ്റീവാണ്, അത് പറ്റത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വളർന്ന് ഇപ്പം പേരൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പത്തെ അവരെ അച്ഛനും അമ്മയും വളർത്തിയ രീതി അങ്ങനെ ആയിരിക്കത്തില്ലേ? ഞാൻ പറയുന്നു, ആർഗ്യുമെന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി അല്ല ആർഗ്യുമെന്റിന്റെ മീനിങ്. നമ്മൾ ഒരാൾ തിരിച്ചു പറയുക, ഇങ്ങോട്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നതിന് when I argue അതിനൊരു പർപ്പസും അത് ഒരു രീതിയുമുണ്ട്. 6 വയസ്സുള്ള ഒരു കുഞ്ഞ് നമ്മളോട് തിരിച്ചു ചോദിക്കുമ്പം നമുക്ക് 6 വയസ്സുള്ള കുട്ടി എന്താ ചോദിക്കാം? അല്ല, ഞാൻ അപ്പൊ തിരിച്ചിപ്പോ തറുതല പറയാന്ന് പറയത്തില്ല. ഇപ്പം തറുതല പറയാന്ന് വെച്ചുമ്പോ ഒന്നില്ല ആൻസർ ചെയ്യാം, എന്താ ഞാൻ ചെയ്താൽ എന്താ എന്ന് ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ പറയാ അത് എടുക്കണ്ട, അതെന്താ അമ്മ ഞാൻ എടുത്താലോ, കാർട്ടൂൺ കാണണ്ട, എന്താ ചെയ്താ പറയുമ്പോ എന്താ കാണണ്ട, അത് പറ്റത്തില്ല. ദാറ്റ് ഈസ് റോങ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നോ ആണെങ്കിൽ നോ എന്ന് തന്നെ ഫേം ആയിട്ട് പറയണമെന്ന് പറഞ്ഞില്ലേ? No is a no for that activity till the end. That is something not just like no. We used to keep times, no? ഇപ്പൊ ഇത്രയും 1 hour കാണാം ഒരു ദിവസം എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ചോദിക്കുമ്പോൾ നമ്മൾ നോ പറയണ്ടേ? So പറയണം, your scheduled time is from 8 to 9. Now it is 9:05. And you're not supposed to see that cartoon after 9:05. So we have to give the facts and with figures. എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. We need to. Otherwise, they are learning. If they don't get it, they just have confusion and they keep on, പിന്നെ വേറെ ഏരിയയിലും അവർ അങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഡിസിപ്ലിൻ ചെയ്യാൻ വേറൊരു ടെക്നിക്കും കൂടെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് നോ പറയുകയാണെങ്കിൽ you should explain it very clearly. Exactly. Yeah? Yes also need to be explained. യെസും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം യെസും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. നോയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. നിങ്ങൾ എന്തൊരു കുട്ടിയോട് പറയുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. എസ് പറയുകയാണെങ്കിൽ ദിസ് ഇസ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് ദിസ് ഇസ് ദ ലിമിറ്റ്സ് ആൻഡ് ദിസ് ഇസ് ദ പ്രോസ് ആൻഡ് കോൺസ് ആൻഡ് ദിസ് ഇസ് ദ പ്രോട്ടോകോൾ, ദിസ് ഇസ് ദ റൂൾസ്, ദ റെഗുലേഷൻസ്, ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ സൂസൻ, നമുക്ക് പേരൻസിന് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം, ഒന്ന് റിവൈൻഡ് ചെയ്യാം നമ്മുടെ പോയിന്റ്സ് ഒക്കെ. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഞാൻ റിവൈൻഡ് ചെയ്ത പോയിന്റ്സ് വൺ ബൈ വൺ ആയിട്ട് പറയുമ്പോൾ ദ ഫസ്റ്റ് വൺ ഈസ് വാക്ക് ദ ടോക്ക്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമായിരിക്കണം. അതായത് നിങ്ങളിൽ നിന്നൊരു എക്സാമ്പിൾ കുട്ടിക്ക് കിട്ടണം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യെസ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ഉള്ള യെസ് ആയിരിക്കണം. അത് യെസ് ആയിരിക്കണം എപ്പോഴും. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് വരികയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു കുട്ടിയെ കാർട്ടൂൺ കാണാൻ അനുവദിച്ചാൽ ആ കുട്ടി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ ദിവസമെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ കണ്ടോട്ടെ എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മൂഡ് ഓഫ് ആണെങ്കിൽ നിങ്ങൾ പറയും കാണല്ല, എല്ലാത്തും ഇപ്പോൾ ഭയങ്കര ഒച്ച, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ, യു നീഡ് ടു ബി കൺസിസ്റ്റൻ്റ്ലി ഹാവിങ് ഇറ്റ് ആൻഡ് ദെൻ ഇൻ കോൺക്രുവൻസ് വിത്ത് യുവർ വാട്ട് എവർ യു ആർ സേയിങ് യുവർ ബോഡി ലാംഗ്വേജ്. അതായത് ഞാൻ പറയുന്ന കാര്യം, പറയുന്ന എഫക്റ്റ് എൻ്റെ ബോഡി ലാംഗ്വേജിലും എൻ്റെ കണ്ണുകളിലും എൻ്റെ വാക്കുകളിലും എൻ്റെ പിച്ചിലും ടോണിലും ക്ലിയർ ആയിരിക്കണം. ഐ നീഡ് ടു ബി വെരി ഫേം വെൻ ഐ ആം ഡിസിപ്ലിനിങ് മൈ ചൈൽഡ്. വെൻ ഐ സേ സംതിങ് ടു മൈ ചൈൽഡ്, അതിൻ്റെ ഇമോഷൻസും എല്ലാം കറക്റ്റായിട്ട് വരണം. പിന്നെ അതായത് ഞാൻ പറയുന്ന വേരിയസ് മാനിപ്പുലേഷൻസ് ഓഫ് ഇതൊന്നും വേണ്ട. ക്ലിയർലി എക്സ്പ്ലെയിൻ ആൻഡ് സേ ദ വേ യു വാണ്ടഡ് ടു ടെൽ സംതിങ് ടു യുവർ ചൈൽഡ്. കാരണം അത് മാത്രമേ അവരുടെ തലയിലേക്ക് പോകത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങളുടെ കുട്ടി ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് വരും നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴത്തേനും. ഈ ആർഗ്യുമെൻ്റായിട്ട് വരുമ്പോഴത്തേനും അതൊരു ഹെൽത്തി വേ തന്നെയാണ് ആർഗ്യുമെൻറ്റ്. പക്ഷേ എങ്ങനെ ആർഗ്യൂ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അതിനകത്ത് ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു സാധനം അവിടെ കിടന്നു, സാധാരണ എൻ്റെ അടുത്ത് പേരൻസ് പറയുന്ന ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറയാം. ഞാനൊരു സാധനം, ഇപ്പോൾ എൻ്റെ പ്ലേറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ പ്ലേറ്റ് എടുത്ത് വയ്ക്കും, എൻ്റെ പ്ലേറ്റ് എടുത്ത് വയ്ക്കത്തില്ല. ഞാനത് അവനോട് ചോദിച്ചാൽ അവൻ പറയും അമ്മയ്ക്ക് വെച്ചാൽ എന്താ, ഞാൻ എൻ്റെ വെച്ചില്ല, അമ്മയ്ക്ക് അമ്മയുടെ അമ്മയല്ലേ വെക്കേണ്ടതെന്ന്. സോ യു നീഡ് ടു ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കുമ്പോൾ പറയണം, സി ലുക്ക്, അമ്മ ഈസ് വർക്കിംഗ് ഫോർ എവറി വൺ, അമ്മ ഈസ് കുക്കിംഗ് ഫോർ എവറി വൺ. സോ വി ഓൾ നീഡ് ടു ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. Okay, now when I am setting the table, I am not setting the table for myself. And so it's the same way, you also need to do things for the family, not for yourself. Yourself is something different and the family is something different. So your behavior, your discipline in your self area is something different, your discipline in your family area is something different. So this needs to be given to the child. I think we have ഇതിൻ കൂടുതൽ ടെക്നിക്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു main 2 more techniques I wanted to tell. So main 2 more techniques. കുട്ടികളിൽ ഏറ്റവും നല്ലത് പണിഷ്മെൻറ്റ്, ഹാർഷ് പണിഷ്മെൻറ്റിലേക്കൊന്നും പോകരുത്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യണ്ടാത്ത ഞാൻ പറഞ്ഞതുകൊണ്ട് പിള്ളേരെ തല്ലുന്നത് ശരിയാണോ? ഇത് പിള്ളേരെ തല്ലേണ്ട ആവശ്യമുണ്ടോ
എന്നെനിക്കറിയില്ല. ചില ഏരിയാസിൽ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഏജ് കുറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രോസസ്സിംഗ് ഒന്നും ക്ലിയർ ആകാത്ത സമയത്ത് നമ്മളൊരു കൊട്ട് കൊടുത്താൽ അവർക്ക് ഇപ്പോൾ തീയെ പിടിക്കാൻ പോയ കുഞ്ഞു കൊച്ചിന് നമ്മൾ ഒരു അടി കൊടുക്കുമ്പോഴാണ് അവർക്ക് അയ്യോ പെയിൻ എന്ന് മനസ്സിലാകുന്നത്. പ്രകൃതി പോലും അങ്ങനെ വെച്ചേക്കുന്നത്. നീ ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ നിനക്ക് പെയിൻ വരും ഇല്ലേ, ഞാൻ തീയെ പിടിച്ചാൽ പിന്നെ അത് പ്രശ്നമായി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അത് കൊടുക്കാം. പക്ഷെ ഒരു 9 years കഴിഞ്ഞാൽ അടികൊണ്ട് പ്രയോജനമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അടിക്കുന്നത്? അതുകൊണ്ടാണ് അടികൊണ്ട് പ്രയോജനം 9 years കഴിഞ്ഞാൽ ഇല്ല. കാരണം അവൻ്റെ ബ്രെയിൻ സ്റ്റാർട്ടഡ് തിങ്കിങ്. സോ അടി എന്ത് പ്രയോജനമാണ് അവിടെ ചെയ്യുക? അതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്യുക. മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ, ചിലപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണെങ്കിൽ വേറൊരു ഇൻഫ്ലുവൻഷ്യൽ ആയ ആൾക്കാരെ കൊണ്ട് നമുക്ക് അവനെ ഡിസിപ്ലിൻ ചെയ്യിക്കും. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അടുത്ത മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴത്തേനും 1-2 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഡു നോട്ട് ബ്ലാക്ക് മെയിൽ ദം. ഓക്കെ, നോ അനദർ തിങ് ഇസ് ഡു നോട്ട് പുട്ട് ഓവർ റെസ്ട്രിക്ഷൻസ് വിച്ച് ഇസ് ഇല്ലോജിക്കൽ. ആണുങ്ങളോട് സംസാരിക്കാൻ പാടില്ല. എൻ്റെ കുടുംബത്താരും ആണുങ്ങളോട് സംസാരിച്ചിട്ടില്ല. സോ ഇല്ലോജിക്കൽ. വാട്ട് ആർ റെസ്ട്രിക്ഷൻ ദാറ്റ് യു ആർ പുട്ടിങ്? നൗ ചില പേരൻസ് ഉണ്ട്, ഞാൻ വില്ലേജിൽ നിന്നാണ് വരുന്ന സൂസൻ, ഇങ്ങനെയൊക്കെ ഡ്രസ്സ് തരും. ഇത് നോർമൽ ഡ്രസ്സ് വാട്ട് യു ആർ വെയറിങ്. ഓക്കെ, ദ ചൈൽഡ് കനോട്ട് വെയർ. ഷീ ഹാസ് ടു ബി ഓൺ ചുരിദാർ ഓർ ഓൺ ലോങ് സ്കേർട്ട്. ആൻഡ് സേ വില്ലേജിലാണ്, അവിടെയൊന്നും ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് ഡ്രസ്സിങ് ലൈക്ക് ദ വെരി നീറ്റ് ഡ്രസ് ദ ചൈൽഡ് ഈസ് വെയറിങ്. ഷീ ഈസ് ഓൺലി മേ ബി 10 or 11. ബട്ട് വാട്ട് ഐ എം സെയിങ്, ആർ യു പ്രിപ്പയറിങ് ദ ചൈൽഡ് ടു ലിവ് ഇൻ വില്ലേജ്? നോ. സോ യു നീഡ് ടു ഡിസിപ്ലിൻ ദ ചൈൽഡ് വേർ യു വാണ്ട് ദ ചൈൽഡ് ടു ബി. So that is very important. So that is where I am saying you need to be future oriented, living in the present. Okay, so that is very important when you are disciplining the child. Why and to where my child is going, how he is going, and what way he is supposed to go. According to that, my discipline also needs to be set. Okay, that is very important point. And another thing is, please do not blackmail. What I am saying, parents blackmail with obligations on the children. You say, നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, എൻ്റെ ജോലി ഞാൻ വിട്ടു, എൻ്റെ സകല സുഖങ്ങളും ഞാൻ മാറ്റിവെച്ചു, ഞാൻ ഇങ്ങനെ ഒരു ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന്. സോറി, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഇതൊക്കെ പേരൻസ് അറിയാതെ ചെയ്തു പോകും. ഇത് ചെയ്യേണ്ട. See, look, it is your responsibility to do it. Your obligation to do it. Why are you putting the blackmailing onto the child that, you know, ഇതൊക്കെ ചെയ്തിട്ടും നീ എന്തേ ഇങ്ങനെ? So that's not the way it is actually. And ഞങ്ങൾ അതുകൊണ്ട് പേരൻറ്റിംഗ് വർക്ക്ഷോപ്പിൽ വല്ല കോൺഫിഡൻസ് പേരൻസിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വിടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് ഇസ്, ദെൻ ദാറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് ഇസ്. മനസ്സിലാകുന്നുണ്ട്? ദെൻ ട്രാൻസ്പെറൻസി. In everything you need to have transparency. Why, what, how, where, when, who needs to be clearly understood. This is. Now, next one is when a person does something, you need to have 2 approaches. One is positive reinforcement and negative reinforcement. What is positive reinforcement? Positive reinforcement is when the child is coming doing under the discipline technique. Okay. Now, a child is doing something really good which you liked. Give him positive rewards. So he feels, yes, this is good, everybody accept, I need to keep this behavior moving forward. Next one is negative reinforcement. When the child is not doing something good, remove something which he likes to have in his life. Like for example, I'll take you out this weekend. Sorry, that's done, closed, because you behaved like this. So, or the child is liking Baskin and Robbins, you know, some ice creams a lot. And you know, you normally give once in a week or 2 times, once in 2 weeks or something an ice cream. Said no ice cream for next 1 month. Okay. So you take away also something. We have to be, you know, stick to that decision. Oh, of course. Some parents are like, you know, അയ്യോ പാവം തോന്നും, പിന്നെ ഒരു 1 week കഴിയുമ്പോൾ. ഇത് നോട്ട് ഓൺലി പാവം തോന്നുന്നത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. സിബിജ, യു സെഡ് റൈറ്റ്. യു നോ, ഒരു വീക്ക് കഴിയുമ്പോൾ പിന്നെ കുട്ടി കുറച്ച് നല്ല മര്യാദക്കാരനായി. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു സെഡ് 1 month means it's 1 month. Before 1 month കുട്ടി ശരിയായിട്ട് നന്നായിട്ട് ചെയ്താലോ? I punished you for this. Okay, that punishment is, നമ്മൾ പിന്നെ നല്ല നടപ്പെന്ന് പറഞ്ഞ് വന്നു കഴിയുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ വേണേ നമുക്കതൊന്ന് ടോട്ടലി ഡിസ്കസ് വിത്ത് ദ ചൈൽഡ് ആൻഡ് എഗ്രി. ഇത് കുട്ടിയോട് ചെയ്തിട്ട് വിടാം. അല്ലാതെ നമുക്ക് സോറി തോന്നി പാപം തോന്നി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് ഈ അമ്മമാരുടെ ഹൃദയത്തിനകത്ത് വേറൊരു കാര്യമുണ്ട്. നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. സി ലുക്ക് ഹൗ സ്മാർട്ട് യു ബിക്കം, ദ ചൈൽഡ് വിൽ ബിക്കം മോർ സ്മാർട്ടർ ദാൻ യു.
പേരൻസ് ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ശരിക്കും നമ്മുടെ പിള്ളേരെ ഡിസിപ്ലിൻ ആക്കണം അല്ലേ? തീർച്ചയായിട്ടും. അത് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫാദറാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വെച്ചതെങ്കിൽ ഈ കുട്ടി പതുക്കെ ചെല്ലും അമ്മയുടെ അടുത്ത്. ദേ ഗെറ്റ് ദേ വേ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയാണ് വെച്ചതെങ്കിൽ അമ്മ അറിയാതെ അപ്പൻ്റെ അടുത്ത് ചെല്ലും. അപ്പോഴാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഇതെങ്ങനെ ഞാൻ പറഞ്ഞാണല്ലോ ഇത് പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, അവൻ എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തു. സി ദിസ് ഇസ് അതുകൊണ്ടാണ് ഇത് വളരെ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണമെന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ കീ ഇൻ ഡിസിപ്ലിനിങ് ചൈൽഡ്. ഓക്കെ, ദർ ആർ 2 approaches. മെയിൻ കഴിഞ്ഞു നമ്മളിപ്പോൾ കീയിലേക്ക് എത്തി. ഓക്കെ, one is the towards thinking approach and away from thinking approach. എന്ന് പറഞ്ഞാൽ okay, I will explain it to you. Okay, now towards thinking എന്ന് പറയുന്നത് എനിക്ക് എന്താണോ ബെസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് വേണമോ ആ തിങ്കിങ്ങിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവുക. എവേ എന്ന് പറയുന്നത് എനിക്ക് എന്ത് ഇഷ്ടമില്ലാതുകൊണ്ടോ അതിൽ നിന്ന് ഇവരെ മാറ്റിക്കൊണ്ടു പോകും. ഓക്കെ, നമ്മൾ സാധാരണ പേരൻസ് യൂസ് ചെയ്യുന്നത് എവേ ഫ്രം തിങ്കിങ് ആണ്. അതായത് നമ്മൾ പറയും ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ടേക്ക് ദാറ്റ്, ഓക്കെ, നോട്ട് ദെയർ, നോട്ട് ഹിയർ. സോ ദാറ്റ് മീൻസ് യു ആർ taking them away from the behavior which is not desirable. Okay, now towards thinking is do this, do that, sit here, go there, come here. That means whatever is that I want, I'm asking them to do. നമ്മൾ പറയാണ്, നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ടുവേർഡ്സ് തിങ്കിങ്ങും അവേ ഫ്രം തിങ്കിങ്ങിൻ്റെ ഒരു സിനാറിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഒരു മുറിയെല്ലാം മെസ്സിയാക്കിയിട്ടേക്ക് ടോയ്സൊക്കെ കളിച്ചിട്ട് 4-5 വയസ്സുള്ള നമ്മൾ ബിസി ആയിട്ട് നമ്മൾ വല്ലാത്തൊരു ഡേയും കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഡോർ അങ്ങ് തുറക്കുകയും അവിടെ മുഴുവൻ ടോയ്സും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പേരൻറ്റ് വിൽ സ്ക്രീം. Of course. Why you are making so messy? Because you think that the next job what I need to do is clearing everything. So you get that frustration and everything, you scream out. That means you are not supposed to do this. You are not supposed to do all these things. Why can't you keep this in the places after you play? Hanga paranja pinna bhayankara behama. Adikkum chittem nammal parane first. Okay, now ഇവിടെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ away from thinking and towards thinking നകത്ത് പറയുമ്പോൾ away from thinking parent ആണ് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മിനിറ്റിലേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം റൂം ഈസ് വെരി ക്ലിയർ, എവറിത്തിങ് ഈസ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ദെൻ യു വിൽ ജസ്റ്റ് കാം യുവർ മൈൻഡ്. മെസ്സി അല്ല, യു പിക്ചറൈസ് ദ റൂം ഈസ് വെരി ക്ലീൻ ആൻഡ് ദെൻ യു ഗോ ഇൻസൈഡ് ആൻഡ് ടെൽ ദ ചൈൽഡ്, മൈ ഡിയർ, ഐ ആം ഹാവിങ് എ വെരി ടഫ് ഡേ, ക്യാൻ യു പ്ലീസ് പുട്ട് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്? ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഹെൽപ്പ് യു. ഇതാണ് നമ്മൾ ടുവേർഡ്സ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ടെക്നിക്ക് ഉദാഹരണമല്ല, ഇതിപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇത് ടെക്നിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനുമായിട്ടാണ് ഇത് കണക്റ്റഡ്. നമ്മളെല്ലാവരും ആദ്യം ഇമേജ് ഫോം ചെയ്യും, എന്നിട്ടാണ് കമാൻഡ്സ് വരിക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഡോണ്ട് ഡൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഡൂ എന്താണ് പറയുക? ഇപ്പം ഞാൻ പറയാം ഡോണ്ട് ടേക്ക് ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടേക്ക് ചെയ്യുന്ന പിക്ചർ ബ്രെയിനിൽ ഫോം ചെയ്തിട്ടാണ് പറയുന്നത് ഡോണ്ട് ടേക്ക് ഇറ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഒരു 4 വയസ്സൊക്കെയുള്ള കുട്ടി, അപ്പോൾ ഈ 6 വയസ്സാകുമ്പോഴത്തേനും ഏകദേശം നമ്മളിങ്ങനെ സ്ട്രക്ചർ ഇതെല്ലാം ഒന്ന് കണ്ടീഷൻ ചെയ്ത് കൊടുക്കുമല്ലോ. 4 വയസ്സുള്ള കുട്ടി, 4 വയസ്സ് കഴിയാൻ നമ്മുടെ ഫ്രണ്ടൽ ലോബ്സ് ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. അതിന് മുമ്പ് ഈ കുട്ടിക്ക് പെട്ടെന്ന് ഈ പിക്ചറും ഈ കമാൻഡൂടെ കോർഡിനേഷൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരത്തില്ല. അപ്പം നമ്മൾ പറയും ഒരു കുട്ടി ഗ്ലാസ് എടുക്കുക, പൊട്ടുന്ന ഗ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അയ്യോ ഡോണ്ട് ബ്രേക്ക് ഇറ്റ്, ഡോണ്ട് ടച്ച് ഇറ്റ്. കുട്ടിക്ക് ഡോണ്ട് ബ്രേക്ക് ഇറ്റ് എന്ന് പറയുമ്പം കണ്ണിൽ പെട്ടെന്ന് ബ്രെയിൻ ഫോം ചെയ്യുന്ന ഇമേജ് ബ്രേക്ക് ഇറ്റ്, നോ, ബ്രേക്ക് ഇറ്റ്, ഡോണ്ട്, അങ്ങനെയാണ്. ബ്രേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെസ്സേജിൽ ഈ മസിൽസ് ഇങ്ങനെ ആയും ദ ചൈൽഡ് വിൽ ഡ്രോപ്പ് ഇറ്റ് ഡെഫിനറ്റ്ലി 100%. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ടുവേർഡ്സ് തിങ്കിങ് അപ്രോച്ചിൽ നമ്മൾ പറയുകയാണ് ബി കെയർഫുൾ, ഹോൾഡ് ടൈറ്റ്, ബി കെയർഫുൾ, ഹോൾഡ് ടൈറ്റ്, ഗിവ് ഇറ്റ് ടു മീ. ദിസ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ഡോണ്ട് ബ്രേക്ക് ഇറ്റ്, ഡോണ്ട് ത്രോ ഇറ്റ്, ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്. സോ നമ്മൾ പക്ഷെ പെട്ടെന്ന് പറയുന്ന അതാണ്, മനസ്സിലാവുന്നു, അറിയാതെ പറഞ്ഞു. പക്ഷേ യു ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ പതുക്കെ ലൈഫിൽ ഇതാക്കി കഴിഞ്ഞാൽ യു വിൽ ബി വെരി ഹാപ്പി. ബിക്കോസ് ഇതിന് ഭയങ്കര സ്ട്രെയിനും സ്ട്രെസ്സും ഒന്നുമില്ല ഈ ഒരു മെത്തേഡിന്, ടുവേർഡ്സ് തിങ്കിങ്ങിന്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ കുട്ടികളുടെ കാര്യം, അവരെങ്ങനെയാന്ന്. ഞാനിപ്പോൾ സിമിയോടൊരു കാര്യം ചോദിക്കാം. സിമി, ക്യാൻ യു ക്ലോസ് യുവർ ഐസ്? Okay. Now, even പ്രേക്ഷകർക്കും വേണേ ക്ലോസ് യുവർ ഐസ് ആൻഡ് ലിസൺ ടു മൈ കമാൻഡ്. Okay. Now, don't think about a monkey. Of course, monkey വന്നു കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ കമാൻഡ്. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. സോ എല്ലാവർക്കും അറിയാം മങ്കിയാണ് ആദ്യം, പിന്നെയാണ് നമ്മൾ പറയുന്നത് ഡോണ്ട്, ദെൻ എലിഫന്റ്, ടൈഗർ, അങ്ങനെയെല്ലാം വരുന്നത്. അപ്പം എപ്പോഴും ഈ ഡോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന പിക്ചർ ഒരു എന്താണോ അതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നെഗറ്റീവിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ നെഗറ്റീവ് ഫീലിംഗ് വന്നിരുമ്പോൾ യുവർ ഫീലിംഗ് ബിക്കം നെഗറ്റീവ്. ദാറ്റ്സ് വൈ ചൈൽഡ് ബിക്കം സംടൈംസ് നെഗറ്റീവ്. ആൻഡ് നമ്മൾ പറയത്തില്ല ഇവനോട് എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് ചെയ്യും.
These are the reasons for it. So എപ്പോഴും ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ യൂസ് ടുവേർഡ്സ് തിങ്കിങ് അപ്രോച്ച് വേർ എവർ പോസിബിൾ, വേർ എവർ ആപ്ലിക്കബിൾ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിപ്ലിനിങ് എ ചൈൽഡ്. താങ്ക് യു സോ മച്ച് സുസൻ. ഐ തിങ്ക് പേരൻസ് ഒക്കെ ശരിക്കും ഈ ഒരു എപ്പിസോഡ് കാണുവാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് മെയിൽസ് വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതുമല്ല ആക്ച്വലി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. വളരെ മെസ്സിയാണ് കുട്ടിയുടെ രീതികളും എല്ലാം എന്നുള്ളതാണ്. എനിക്കൊന്ന് 10th പഠിക്കുന്ന മോളാണ്, ശ്രീലക്ഷ്മിയാണ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഒട്ടും അടുക്കും ചിട്ടയില്ല, എല്ലാം മെസ്സി ആയിട്ടിടും, ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വെക്കില്ല, അങ്ങനെ ചോദിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഇപ്പം ഗ്രേഡ് 10-ലായി, ഇനിയിപ്പം എന്താണ് ശ്രീലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് സേ ശ്രീലക്ഷ്മിയോട് ഡിസിപ്ലിൻ നീഡ്സ് ടു സ്റ്റാർട്ട് ഫ്രം വെരി യങ് ഏജ്. അത് അവർ നേരത്തെ തന്നെ ചെയ്യണം പേരൻസ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ്, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് ദ റൈറ്റ് ബ്രെയിൻ. ലെഫ്റ്റ് ബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാത്സ്, സയൻസ്, സ്ട്രക്ചർ, വെരി ഓർഡർലി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ. അവർ റൈറ്റ് ബ്രെയിൻ ഈസ് ഓൾ അബൌട്ട് arts, creativity, innovations, and like your imaginations, and music, art, dance, and everything. So ഈ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് വളരെ സിസ്റ്റമാറ്റിക്കും ഫോക്കസ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇവരെല്ലാവർക്കും എല്ലാത്തിനും അടുക്കും ചിട്ടയുമെല്ലാം കാണും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഈ ഒരു ഇതിലായതുകൊണ്ട് ഇവർക്ക് അധികം അങ്ങോട്ട് അടുക്കും ചിട്ടയൊന്നും വരത്തില്ല. ഇവരെ ശരിക്കും അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇവർ ശരിക്കും നമ്മൾ പറയത്തില്ല ഒരിതും ഇല്ലാതെ അവരെയൊക്കെ മുറി കയറി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ അമ്മ ഇത് ഏത് ലോകം, ഇത് ഞാനെവിടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവരെ അങ്ങ് കൈവിട്ട് കളയാൻ പറ്റത്തില്ല. സോ യു നീഡ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ഓറിയൻറ്റേഷൻ യുവർ ചൈൽഡ് ഹാസ് ഗോട്ട്. ഞങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്ത കുട്ടി ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് അവൾ അടുക്കും ചിട്ടം വെക്കുന്ന കണ്ടുകൊണ്ട് ഇവിടെ നിന്റെ ചേച്ചിയെ നോക്കി പഠിച്ച ചേച്ചിയും നിങ്ങളെല്ലാവരും എൻ്റെ മക്കളല്ലേ, സെയിം ഇതല്ലേ പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാദ്യമേ നമുക്ക് മനസ്സിലാകുക ഇവൻ ഒരു റൈറ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്, മോർ ഓഫ് മ്യൂസിക് ഡാൻസിലേക്കൊക്കെ ആയിരിക്കും ഇവരുടെ ഇൻട്രസ്റ്റ് ഇറ്റ്സെൽഫ്. അപ്പോൾ അവിടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ആയി, അയ്യോ ഓക്കെ ദർ ഇസ് എ സിസ്റ്റം ദർ വർക്കിംഗ് ആൻഡ് ഇറ്റ്സ് നോട്ട് മൈ ചൈൽഡ്സ് ഫോൾട്ട്, ദ ചൈൽഡ് ഈസ് ലൈക്ക് ദിസ്. പക്ഷേ ആ സമയത്ത് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ഐ ഡു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ദർ, ഐ നോ ഇറ്റ് ഈസ് പെയിൻഫുൾ ഫോർ യു, ഹവർ this needs to happen, this is very important in life. നമുക്ക് ഒരു മെയിലും കൂടെ ഉണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് മോൻ ഗ്രേഡ് 5th-ലാണ്, ഗ്രേഡ് 5-ല് ബാക്ക് ആൻസർ ചെയ്യുന്നു. അതായത് എന്ത് ചോദിച്ചാലും ദേഷ്യത്തിൽ തറുതല പറയുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർഗ്യുമെന്റ് ഈസ് ഗുഡ്, പക്ഷെ അതേ സമയത്ത് എങ്ങനെ ആർഗ്യൂ ചെയ്യണമെന്നും അവരെ പഠിപ്പിക്കണം. അതുപോലെ ഈ ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്നും ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ശരിക്കും നമ്മൾ കവർ ചെയ്തതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇനി ആർഗ്യുമെന്റിന് വേറൊരു റീസൺ കൂടെ ഉണ്ട്. ഹി ഈസ് അപ്സെറ്റ് വിത്ത് സംതിങ് എൽസ്, വേറെന്തെങ്കിലും ഒരു റീസൺ കാണും. അപ്പം ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ് ദർ എനി റീസൺ ബിഹൈൻഡ് ഹിസ് ആർഗ്യുമെന്റ്, ബിക്കോസ് ഹി ഈസ് റിജക്ടിങ് മീ ഓർ നോട്ട്. സംടൈംസ് ചിൽഡ്രൻ റിജക്ട് പീപ്പിൾ. I don't like you, so I don't want. So reason behind the argument find out ചെയ്യുന്നതും കുറച്ച് നല്ലതായിരിക്കും. എന്നിട്ട് അതനുസരിച്ച് ഇതിനകത്ത് എല്ലാത്തിനകത്തും വരുന്നത് ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് വട്ട് എവർ ബിഹേവിയർ ഇറ്റ് ഇസ്, then give the treatment what is required. അതിൻ്റെ അളവനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസിപ്ലിനിങ്ങും അവരെ മാനേജ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറച്ചൊന്നൊരു ഈസി ആയിട്ട് വരും. താങ്ക് യു സോ മച്ച് സൂസൻ. അപ്പോൾ ഇന്നത്തെ സ്മാർട്ട് പേരൻസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും ഇറ്റ്സ് മീ സിമി സൈനിങ് ഓഫ്.